ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് സ്പെഷ്യൽ ഫുഡിനെ കുറിച്ചാണ്. നമുക്ക് അത്രയധികം ആയുർവേദമായിട്ടുള്ള ഒരു ഔഷധ കഞ്ഞി തന്നെ പറയാം. ഇത് എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെയുണ്ട്. നമ്മൾ വാങ്ങേണ്ട സാധനങ്ങൾ ഒന്ന് ചിയ സീഡ്സ്, പിന്നെ ഒന്ന് ബാർലി റൈസ്. ഇത് നമ്മുടെ വീട്ടിൽ കാണും. മാക്സിമം നമുക്ക് ഈ കഞ്ഞിയിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ളത്, ഞാനത് ബാക്കി വന്ന ചോറ് എന്നും വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വയ്ക്കും. അതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ ഞാൻ എന്തെല്ലാം ഒന്ന് പറയാം. ആദ്യമായിട്ട് ഉലുവ, നമ്മുടെ പുളിയവര എന്ന് പറയും, 2 പരിപ്പ്, കടലപ്പരിപ്പ്, ഒരു 4-5 ചെറുപയർ, വെള്ള ഉഴുന്ന് തൊലി കളഞ്ഞത്, പെരിഞ്ചീരകം, ഇത് കറിവേപ്പില 3 കൊത്ത് വേണം. ഞാൻ കാണിക്കാനായിട്ട് 2 വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എള്ള്, കായം നമുക്ക് ഇത്ര ആവശ്യമില്ല. ഞാൻ അവിടെ ഒരു നുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കാണാൻ പറ്റും. ഒരു നുള്ള് കായം. അതുപോലെ ബാർലി റൈസ് ഒരു 1/4 ടീസ്പൂണ്, ചിയ സീഡ്സ് 1 സ്പൂൺ ഇടണം. അതുപോലെ കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ചീനിമുളക് പറയും, വെള്ളമുളക്, ചെറിയുള്ളി, തേങ്ങക്കൊത്ത്, കല്ലുപ്പ്, ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ നമ്മൾ തലേ ദിവസം ഇട്ട് വയ്ക്കണം. അതിൽ ചെറുള്ളി മാത്രം നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ കഞ്ഞിയിനകത്ത് മിക്സാക്കിയിട്ട് വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് ഈ തൈര് ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. നമ്മൾ മാക്സിമം ഇതെല്ലാം കൂടി നമ്മൾ മിക്സാക്കി ഇട്ട് വെച്ച ശേഷം ഫുൾ നൈറ്റ് കവർ ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം മാത്രം നമുക്കൊന്ന് വടിച്ചെടുക്കാം. ആ വെള്ളം നമ്മൾ വെറും വയറ്റിൽ പല്ല് തേക്കാതെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയധികം അതിനകത്ത് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഒരു 4 മാസമായിട്ട് എനിക്ക് അതിൻ്റെ ഗുണം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു 7 കിലോളം ഒരു 4 മാസം കൊണ്ട് എനിക്ക് ഇത് കുറയ്ക്കാൻ കിട്ടി. ഞാനത് രാവിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൈഡിന് കുറച്ച് കൂർക്ക ആക്കിയതാണ്. അതുപോലെ തന്നെ അച്ചാറുണ്ട്. അച്ചാർ കഴിക്കാൻ പറ്റാത്തവർക്ക് വെറുതെ ഡ്രൈ ആയിട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശകലം നമുക്ക് ആദ്യം ഒന്ന് കിട്ടുന്ന വരെ ഒന്ന് ശകലം ഒഴിച്ച് കഴിക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴിക്കുമ്പോൾ തൈരും ഈ ചെറിയുള്ളിയും കൂടി അരിഞ്ഞ് മിക്സാക്കിയിട്ട് നമ്മൾ കഴിച്ചാൽ നമുക്ക് ഏറ്റവും ഗുണമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.